ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് ഈദ് ഡേ ആണ്. അത് കൂടാണ്ട് അതിനൊരു സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റോയൽ കേക്ക്സിൽ നിന്നായിരുന്നു നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആലിയ ഭട്ട് മിൽക്ക് കേക്ക് ആയിരുന്നു കേട്ടോ വാങ്ങിയത്. കേക്ക് നല്ല അടിപൊളി ടേസ്റ്റി കേക്കായിരുന്നു. ഞാൻ ഇതിനു മുന്നേ ഇവരുടെ ഡ്രീം കേക്കൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നല്ല സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ബർത്ത്ഡേ കേക്കും അതുപോലെ തന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ പോലെ അവർ കസ്റ്റമൈസ് ചെയ്തിട്ടെല്ലാം ചെയ്തു തരുന്നതാണ് കേട്ടോ. കേക്ക് കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് മനാമയിലേക്കാണ്. അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഈദ് വ്ളോഗാണ്. അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പം ഇന്നലെ നോമ്പൊക്കെ കാരണം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഡേറ്റ് മറന്നുപോയതുപോലെ ഇരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പം പെരുന്നാൾ കൂടെ ആയതുകൊണ്ട് ഇന്നൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നെഹദി മന്തിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് സർപ്രൈസായിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് അവരിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ, നെഹദി മന്തിയിലേക്ക്. നമ്മളിപ്പോൾ പാർക്കിങ്ങിലാണ് ഇവിടെ ഉള്ളത്. അവരോട് പറഞ്ഞു പൊയ്ക്കോന്ന് പറഞ്ഞു. എനിക്ക് യൂട്യൂബിൽ ഇടാനായിട്ട് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ എടുക്കേണ്ട, നിങ്ങളുടെ ഉള്ളിലേക്ക് പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അപ്പോൾ ഉമ്മക്കറിയില്ല ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും. അപ്പോൾ നമുക്ക് ബാക്കി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് വീഡിയോസൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നേരെ പോയത് കേക്ക് എടുത്തിട്ട് അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്താണ്. അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉമ്മാൻ്റെ ബർത്ത്ഡേ എന്നൊന്ന് സർപ്രൈസ് ചെയ്യിക്കണമെന്ന് പറഞ്ഞിട്ട് കേക്ക് ഞാൻ അവരെ കൊണ്ട് ആദ്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് കൊണ്ടുവന്നിട്ട് കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ആയിരുന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഉമ്മച്ചി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അടുത്ത സൗണ്ട് കാരണം ഉമ്മ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് വേറെന്തോ പറഞ്ഞാന്ന് വെച്ചിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് കേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ഒന്നും കൂടെ അവർ വിഷ് ചെയ്തപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇൻഷു വിചാരിച്ചിട്ടില്ല, നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ട് മന്തി വരുന്നതിന് കാത്താണ് ഇൻഷു ഇരുന്നത്. പക്ഷേ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ കേക്കാണെന്ന് ഇൻഷു അപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ ഇൻഷുവിന് അറിയില്ലായിരുന്നു ഉമ്മാമ്മൻ്റെ ബർത്ത്ഡേ എന്ന്. കാരണം ഞങ്ങൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇൻഷു പോയിട്ട് ബർത്ത്ഡേ എന്ന് നമുക്ക് ഓർമ്മയുണ്ടെന്നല്ലേ പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇൻഷുവിന് അങ്ങനെ അറിയില്ലായിരുന്നു. ഇൻഷു അപ്പോൾ അവിടെ നിന്നാണ് ഉമ്മാമ്മൻ്റെ ബർത്ത്ഡേ ആയിരുന്ന കാര്യമൊക്കെ അറിയുന്നത് കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലൊഴിക്കാൻ വേണ്ടി മറന്നുപോയി. ഇത് ആലിയ ഭട്ട് മിൽക്ക് കേക്കായിരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ പാലൊഴിക്കണമെന്നുള്ള കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഞാനതെല്ലാം ഒഴിച്ചിട്ട് നമ്മളെല്ലാവരും പിന്നെയും കഴിച്ചായിരുന്നു. കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നിങ്ങൾ ഇതേപോലെ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ അവിടെ നിന്ന് കേക്ക് വാങ്ങിയാൽ പിന്നെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ വീണ്ടും വാങ്ങും. 100% ഉറപ്പാണ്. അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക്. പിന്നെ അതുപോലെ തന്നെ ഇത്ര നല്ല കേക്കൊക്കെ നമുക്ക് സെറ്റാക്കി തന്ന റോയൽ കേക്ക്സിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സും കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് സെർവ് ചെയ്ത സമയത്ത് ഇൻഷുവിന് ഫുഡ് വേണ്ട, അവൾക്ക് കേക്ക് മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇടങ്ങേറ് തേച്ചും. പിന്നെ നമ്മൾ പറഞ്ഞു കേക്ക് നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം, ഇനി ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ അവർ വഴക്ക് പറയുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ നമ്മുടെ ഈദ് ഷോപ്പിംഗ് വ്ളോഗിൻ്റെ ഉള്ളിൽ നെഹദി മന്തിയിൽ വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ മജ്‌ലിസിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഉമ്മയൊക്കെ ഉള്ളതുകൊണ്ട് നിലത്തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ടേബിളിലാണ് കേട്ടോ ഇരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തത് ബീഫും ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഫിഷ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കെല്ലാം എന്നോട് പറഞ്ഞു ഫിഷ് എല്ലാം കൊണ്ടുവന്നാൽ ഫിഷ് വേണോ ചിക്കൻ തന്നെ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫിഷ് വേണം, അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞാൽ കൊണ്ടുവന്നാൽ നീ തേച്ചും തിന്നോളണോ എന്നല്ല പറഞ്ഞു. പക്ഷേ സാധനം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്. എനിക്ക് ഫുള്ളായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫിഷ് ഗ്രില്ലായിരുന്നു. അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി അൽഫാമും ഹണി അൽഫാമൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ ഫിഷ് ഇനി ആരെങ്കിലും ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ ഇനി പോകുമ്പോൾ ഫിഷ് ഗ്രില്ലൊന്ന് ട്രൈ ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവിടുത്തെ ഫിഷ് ഗ്രില്ല്.
അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈദിൻ്റെ ദിവസമായത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്തും കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അവിടെ സീറ്റ് റെഡി ആയിട്ട് നമ്മൾ കയറിയത്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കസ്റ്റമേഴ്സൊക്കെ ബാക്കിയും വെയിറ്റ് ചെയ്ത് കാരണം നമ്മൾ വിചാരിച്ചു കേക്കും കട്ട് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ബാക്കി ഗിഫ്റ്റൊക്കെ കൊടുത്തത് പുറത്ത് പോയതിന് ശേഷമാണ്. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചു നോമ്പിൻ്റെ സമയത്തല്ല അവിടെ പ്രീ ബുക്കിംഗ് ഉണ്ടായത് കാരണം നമ്മൾ ഈദ് ഡേക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഞാൻ തലേന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ബുക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നതിന് ശേഷം പിന്നെ നമ്മൾക്ക് സീറ്റ് റെഡി ആക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കയറിയത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കുഞ്ഞാറ്റ ഷേഴ്സും ഇൻഷൊന്നും അത്താർ കാണാത്തോണ്ട് നമ്മൾ നെഹദീന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ അത്താറിലേക്കാണ് കേട്ടോ വന്നത്. നമ്മളിവിടെ എത്തിയ സമയത്ത് അങ്ങനെ ക്രൗഡൊന്നും ഉണ്ടായിട്ടില്ല. ഈവനിങ് ആയപ്പോഴേക്ക് പിന്നെ കുറേ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. നമുക്കെന്താ ഗിഫ്റ്റ്? എന്നാലും എന്തായിരിക്കും? ഡ്രസ്സായിരിക്കും. അപ്പോൾ ഗിഫ്റ്റായിട്ട് കുഞ്ഞാറ്റ ഷേഴ്സും ഇൻഷൊക്കെ കൊടുത്തത് ചുരിദാറിൻ്റെ സെറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു നൈറ്റിയും പിന്നെ ഒരു ക്ലിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞു മാമൻ്റെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇക്കാക്ക് മാത്രമേ അറിയുള്ളായിരുന്നു. കുഞ്ഞാറ്റയ്ക്കും ഷേഴ്സൂനും ഇൻഷൂനും ഒന്നും അതും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് ആ ഒരു ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ ഗിഫ്റ്റ് കൊടുത്തപ്പോഴേക്കും ഉമ്മാക്ക് നല്ല സങ്കടമൊക്കെ വന്നു കേട്ടോ. ഒരു സന്തോഷ കണ്ണുനീരായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റയൊക്കെ ചോദിച്ചു എന്തിനാ കരയുന്നതെന്ന് പറഞ്ഞു. ഉമ്മാമ്മക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗോൾഡൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതെന്നെല്ലാം പറഞ്ഞിട്ടായിരുന്നു ആൾ കരയുന്നുണ്ടായിരുന്നത്. എന്ത് സാധനം ഇത്? അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ ഇതേപോലെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേഷൻ ചെയ്യാറുണ്ടോ? കേക്കും ഡ്രസ്സൊക്കെ വാങ്ങുന്നതാണ്. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഗോൾഡ് വാങ്ങി കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അത് ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായി. എപ്പം വാങ്ങിക്കൊടുക്കണമെന്നെല്ലാം വിചാരിച്ചു കഴിഞ്ഞാലും ആ ടൈമിലൊക്കെ എനിക്ക് പറ്റാണ്ടിരിക്കലാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും വിചാരിച്ചു എന്ത് വന്നാലും വേണ്ടില്ല ഈ പ്രാവശ്യം ഒരു ലോക്കറ്റ് വാങ്ങിക്കൊടുക്കണമെന്ന്. അതാണെങ്കിൽ ഉമ്മ എപ്പോൾ ഇങ്ങനെ പറയലുണ്ടായിരുന്നു മാല വാങ്ങിയ സമയത്തേ ഒരു ലോക്കറ്റ് വാങ്ങണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം എന്നാൽ ബർത്ത്ഡേക്ക് ലോക്കറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊരു ലോക്കറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട്. അപ്പോൾ ഇൻഷും കുഞ്ഞാറ്റ ഷേഴ്സും ഒക്കെ അവിടെ കുറച്ച് നേരം കളിക്കാൻ പോയി. അതിനുശേഷം പിന്നെ നമ്മൾ നമ്മുടെ അത്താറിൻ്റെ സൈഡിലായിട്ട് നല്ല വ്യൂസൊക്കെ അല്ലേ, അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. സിറ്റി സെന്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ട് മഴയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ കറങ്ങിയിട്ട് അപ്പ് ആൻഡ് ഡൗൺ മാത്രം കയറുന്നതാണ്. അപ്പ് ആൻഡ് ഡൗൺ സ്ലൈഡിൽ കയറിയിട്ട് നിങ്ങളെല്ലാം കളിക്കൂലേ, അതുപോലെ വലിയ ആൾക്കാർ ഇതേപോലെ കാർ കൊണ്ട് ഓടിച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആക്കുന്ന സ്ഥലമാണ് സിറ്റി സെന്റർ. അത്രേ ഉള്ളൂ. നീ നമുക്ക് വീട്ടിൽ പോവാ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിറ്റി സെൻറ്ററിൽ കയറി ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈദിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ബൈ.
ഇൻഫ്യൂസ് ഗാലറി.